പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. 2022 ആണ്ടിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനങ്ങളോടും കർത്താവ് യേശു മിശിഹായുടെ ഉത്ഥാന പെരുന്നാളിനോടും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗീയ പെസഹായോടുമൊക്കെയുള്ള പങ്കാളിത്തം പ്രാപിപ്പാൻ നാം കർത്തൃസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കുകയാണ്. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലാണ് അനുഷ്ഠിക്കപ്പെടേണ്ടത്, നോമ്പ് നമ്മളെ എങ്ങനെയാണ് ഒരുക്കേണ്ടത്, അത് ബാധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ചില ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ പ്രത്യാശിക്കുകയാണ്. ആയതിനു വേണ്ടി നോമ്പിനെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നിങ്ങൾ നോമ്പെന്നും കർത്താവിന് പ്രസാദമുള്ള ദിവസമെന്നും പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? എത്ര വ്യക്തമായിട്ടാണ് എന്താണ് നോമ്പ്, എങ്ങനെയാണ് ഉപവാസം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെ ഈ വേദഭാഗത്തുകൂടെ വളരെ വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഈ വേദഭാഗം നമുക്ക് തരുന്ന ഏതാനും ചില ചിന്തകൾ, എന്താണ് നോമ്പ്, എങ്ങനെയാകണം നോമ്പ് എന്നുള്ളത് സംബന്ധിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, വഴക്കും വിവാദവും അവസാനിപ്പിക്കുന്നതാകണം നോമ്പ്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് നിരന്തരം കലഹിക്കുകയും നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് മനുഷ്യനിൽ കണ്ടുവരുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ അത് നേർക്ക് നേരെയുള്ള വഴക്കും വിവാദങ്ങളുമായിരുന്നുവെങ്കിൽ ഇന്നത് ഏറ്റവും കൂടുതൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയാണ്. പരസ്പരം ചെളിവാരി എറിയുക, പരസ്പരം ഹിംസിക്കുക, പരസ്പരം തേജോവധം ചെയ്യുക, അപമാനിക്കുക, അങ്ങനെ ഒരാളെ ഇല്ലായ്മ ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ സമൂഹമായോ വ്യക്തിപരമായോ ആളുകൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് ജീവിതത്തിൽ ഒരു ഹരമായി കാണുന്ന കുറേ മനുഷ്യരാണ് ഇന്നിൻ്റെ കളങ്കം എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വന്തം കാര്യങ്ങളിലെല്ലാം അവർ വളരെ നീതിയുള്ളവരാണെന്നും നിഷ്ഠയുള്ളവരാണെന്നും ഒക്കെ അവർ അഭിമാനിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ഹിംസിക്കുവാൻ, ചെളിവാരിയെറിയുവാൻ അവർക്ക് വലിയ താല്പര്യമാണ്. ഇനി അത് കുടുംബങ്ങളിലേക്ക് വന്നാൽ കുടുംബ വഴക്കായും വിവാദങ്ങളായും അനേക വീടുകളിൽ അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. സഹോദര ബന്ധത്തിലും അത് അതുപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഒരു ഭീകരമായ ഒരു സംഗതിയാണ്. അനേകം ഇടങ്ങളിൽ ഇന്ന് സ്വസ്ഥതയും സമാധാനവുമില്ല. നോമ്പ് അനുഷ്ഠിക്കുന്നവർ അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു കാര്യം, എല്ലാ വഴക്കും എല്ലാ കലഹവും എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കുന്നതാണ് നോമ്പ്. അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ഏതെങ്കിലും ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടോ 3 നേരവും അല്ലെങ്കിൽ 7 നേരവും കുമ്പിട്ട് നമസ്കരിച്ചതുകൊണ്ടോ ആ വ്യക്തി നോമ്പ് എടുക്കുന്നു എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ദൈവമാണ് ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കലഹങ്ങളെല്ലാം അവസാനിക്കണം, വിവാദങ്ങളെല്ലാം അവസാനിക്കണം, ഭിന്നിച്ചിരിക്കുന്നവർ ഒന്നിക്കണം, രമ്യതയുടെ അനുഭവം ഉണ്ടാകണം. അത് സംഭവിക്കാത്തിടത്തോളം നമ്മൾ അങ്ങനെ വിനയപ്പെട്ട് താഴേക്ക് ഇറങ്ങി ആ വിധത്തിലൊരു സമാധാനം സൃഷ്ടിക്കാത്ത പക്ഷം നമ്മുടെ നോമ്പുകളൊന്നും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം പരിഹാസത്തോടെയാണ് ചോദിക്കുന്നത്, ഇതാകുന്നുവോ നോമ്പ്? നിങ്ങൾ ഈ ചെയ്യുന്നത് ഒക്കെ
നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാതെ നിങ്ങൾ എൻ്റെ മുമ്പിൽ കാണിക്കുന്ന പ്രകടനങ്ങളാകുന്നുവോ നോമ്പ്? അപ്പോൾ നോമ്പിൻ്റെ പ്രകടനങ്ങളല്ല വേണ്ടത്. നോമ്പിൽ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം കൽപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാകുമ്പോഴാണ് നമ്മുടെ നോമ്പും നമ്മുടെ ഉപവാസവും ദൈവസന്നിധിയിൽ അംഗീകാരപ്രദമായി തീരുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഒരുക്കണമെന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. വീണ്ടും ഈ വേദഭാഗത്ത് രണ്ടാമതൊരു ചിന്ത പറയുന്നത്, സകല അനീതികളെയും അവസാനിപ്പിക്കുന്നതാകണം നോമ്പ്. മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് നീതികേട് പ്രവർത്തിക്കുകയോ നീതികേടിന് കൂട്ടുനിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. ജോലി ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞോ, ജോലി പൂർത്തിയാക്കിയില്ല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചതുപോലെ പൂർത്തിയാക്കിയില്ല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അവർ അർഹതപ്പെട്ടതിൽ കൂടുതൽ പണം ചോദിച്ചു എന്ന് പറഞ്ഞോ ഒക്കെ ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാതെ പിടിച്ചു വെച്ച് നാളുകളായി വർഷങ്ങളായി പാവപ്പെട്ട ചില തൊഴിലാളികളെ സംഘർഷത്തിലും ഭാരത്തിലും പട്ടിണിയിലും ഒത്തിരി പ്രതിസന്ധിയിലുമൊക്കെ തള്ളിയിട്ട ചില ആളുകൾ ഇപ്പോഴും തങ്ങൾ ഭക്തരാണെന്ന് അഭിമാനിച്ച് ജീവിക്കുന്നുണ്ട്. കൊടുത്തു തീർക്കുവാനുള്ള കടങ്ങളെല്ലാം കൊടുത്തു തീർക്കണം. അനീതികളെല്ലാം അവസാനിപ്പിക്കണം. എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്ത ആൾക്ക് അർഹതപ്പെട്ട പ്രതിഫലം ഞാൻ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അവസാനിപ്പിച്ചിട്ട് അവർക്കത് കൊടുക്കണം. അതുപോലെ തന്നെ സകല അനീതിയും അവസാനിപ്പിക്കുക എന്ന് പറയുന്നിടത്ത് നീതി വിരുദ്ധമായി ഏതൊരാൾ ചെയ്യുന്ന ഏത് ക്രിയയും അനീതിയാണ്. നമുക്കറിയാം, ധാരാളമായി കൈക്കൂലിയും അഴിമതിയും നടക്കുന്ന ഒരു കാലമാണിത്. എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ന്യായീകരണത്തിന് പറയാം. ചില അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഒരു ഒപ്പ് ചാർത്താതെ ഒരു ഫയൽ അടുത്ത ടേബിളിലേക്ക് പോകില്ല, ഉറപ്പാണ്. ഒപ്പിട്ട് കൊടുക്കാവുന്നതിന് തടസ്സമൊന്നുമില്ലെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം വച്ച് ഡിലേ വരുത്തി അനേകം ആളുകൾക്ക് ലഭ്യമാകേണ്ട നീതിയെ മറിച്ചു കളഞ്ഞ് അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി മാത്രമേ ഒപ്പിടുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയെടുത്ത് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്തു കൊടുക്കാവുന്ന ഒരു സംഗതിയെ 6 മാസം മുതൽ 6 വർഷം വരെ ദീർഘിപ്പിക്കാൻ ഒരാൾ വിചാരിച്ചാൽ സാധിക്കും. ചിലപ്പോഴത് ചെയ്തു കൊടുക്കാതിരിക്കാനും സാധിക്കും. അഴിമതിയും അനീതിയും കൊടികുത്തി വാഴുന്നൊരു കാലമാണിത്. ഇങ്ങനെ പാവപ്പെട്ടവന് നീതി നിഷേധിച്ചുകൊണ്ട് കൈക്കൂലി കിട്ടില്ലെങ്കിൽ ഒപ്പിടില്ല, ഫയൽ മൂവ് ചെയ്യില്ല എന്നൊക്കെ നിർണയം ചെയ്തിരിക്കുന്ന പലരും അറിയപ്പെടുന്ന ഭക്തരാണ്. അവർ നോമ്പെടുക്കുന്നവരാണ്, ഉച്ച നോക്കുന്നവരാണ്, കുമ്പിട്ട് നമസ്കരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അത് നോമ്പായി ദൈവം പരിഗണിക്കില്ല. സകല അനീതികളും അവസാനിപ്പിക്കുന്നതാകണം നോമ്പ്. അതുപോലെ കോഴ കൊടുക്കുന്നവരും കോഴ വാങ്ങുന്നവരും തിരിച്ചറിയണം. തങ്ങൾ ഏറ്റെടുത്ത പ്രവൃത്തിയിൽ വെള്ളം ചേർക്കുന്നവരും കള്ളം കാണിക്കുന്നവരും തിരിച്ചറിയണം. ആ അനീതികളൊക്കെ അവസാനിപ്പിക്കാൻ മനസ്സില്ലാത്തിടത്ത് ആ വ്യക്തിയുടെ നോമ്പായി പരിഗണിക്കപ്പെടുകയില്ല. ശരിക്കും പ്രിയപ്പെട്ടവരെ, സകല അനീതികൾക്കും അറുതി വരുത്തുന്നതാകണം നോമ്പ്. അതാണ് ദൈവാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു നോമ്പനുഷ്ഠാനത്തിന് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തിരിച്ചറിയണം. മൂന്നാമത്, ഈ വേദഭാഗം പഠിപ്പിക്കുന്ന ചിന്ത, ആത്മതപനം ചെയ്യുന്നതാകണം നോമ്പ്, അഥവാ പശ്ചാത്തപിക്കുന്നതാകണം നോമ്പ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം ക്രമക്കേടുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ക്രമത്തിൽ പോകുവാൻ വിളിക്കപ്പെട്ടവനും വിധിക്കപ്പെട്ടവനുമാണ് മനുഷ്യൻ. ദൈവം നമ്മയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ക്രമത്തിനുള്ളിലൂടെ പോകാൻ വേണ്ടിയാണ്. അത് ഭക്തിയുടെ മാർഗമാണ്, അത് വിശുദ്ധിയുടെ മാർഗമാണ്, അത് സഹനത്തിൻ്റെ മാർഗമാണ്, അത് സമർപ്പണത്തിൻ്റെ മാർഗമാണ്, അത് നീതിയുടെയും വിശുദ്ധിയുടെയും ഒക്കെ മാർഗമാണ്. എന്നാൽ ആ മാർഗത്തിൽ പ്രയാണം ചെയ്യേണ്ടതിന് വിരുദ്ധമായി പാപത്തിൻ്റെ വഴിയിലൂടെ, ആസ്വാദനത്തിൻ്റെ വഴിയിലൂടെ, അശുദ്ധിയുടെ വഴിയിലൂടെ, തിന്മയുടെ വഴിയിലൂടെ നാം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ടറിയാം. ഞാൻ നടന്നിട്ടുള്ളത് നടക്കേണ്ട വഴിയിലൂടെയല്ല. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട വഴിയിലൂടെയല്ല. എൻ്റെ കാഴ്ചകൾ എനിക്ക് കാണാൻ അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിലുള്ളതല്ല. എൻ്റെ മനനങ്ങൾ എൻ്റെ ദൈവം എനിക്ക് വരച്ചിട്ട വഴികൾക്ക് ചേർന്ന വണ്ണമുള്ളതല്ല. എൻ്റെ കൈകളുടെ പ്രവർത്തികളും കൊടുക്കൽ വാങ്ങലുകളും ദൈവിക നീതിക്ക് ചേർന്നതല്ല.
ഞാനിപ്പോൾ ക്രമം കെട്ട ജീവിതത്തിൻ്റെ ഉടമയാണെന്ന് ഉള്ളത്തിലെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിക്ക് അത് വിട്ട് തിരിയാനുള്ള മനസ്സുണ്ടാകണം. അതിൻ്റെ പേരാണ് ആത്മതപനം ചെയ്യുക എന്ന് പറയുന്നത്. സ്വയപരിശോധന നടത്തിയിട്ട് തൻ്റേതായ എല്ലാ കുറ്റങ്ങളും കുറവുകളും ബോധ്യപ്പെടുന്ന ആ വ്യക്തി ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി വെച്ചിട്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എൻ്റെ ദൈവമേ തമ്പുരാനെ എന്നോട് പൊറുക്കണമെന്ന് നെഞ്ചുരുകി ദൈവസന്നിധിയിൽ നിറകണ്ണോടെ പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകണം. മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ ക്രമവിരുദ്ധമായി സംഭവിച്ച സകല ക്രമക്കേടുകളെയും തിരുത്തുന്ന ഒരു സന്ദർഭം കൂടെ ആകണം ദൈവസന്നിധിയിൽ നോമ്പ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയമായ പ്രകടനങ്ങളല്ല നമുക്ക് വേണ്ടത്, ആത്മീയമായ വിനയപ്പെടലാണ് വേണ്ടത്. അതുകൊണ്ട് ദൈവം നമുക്ക് വരച്ചിട്ട ക്രമത്തിന് വിരുദ്ധമായി ഏതെങ്കിലും അബദ്ധസഞ്ചാരങ്ങൾ നമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും തിരികെ വരുവാനുമുള്ള കാഹളമാണ് ദൈവസന്നിധിയിൽ ഇന്ന് മുഴങ്ങുന്നത്. അങ്ങനെ ഒരു അനുതാപത്തിന് നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ, പശ്ചാത്താപത്തിന് നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ, ഒരു ക്രമപ്പെടുത്തലിന് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ, നമ്മുടെ നോമ്പ് നോമ്പാകയില്ല, ഉപവാസമാകയില്ല, അത് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല, ദൈവം അംഗീകരിക്കുകയുമില്ല. മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമപ്പെടലാകണം നോമ്പ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, സ്വയശോധന കഴിക്കണം. നോമ്പ് കാലത്ത് എല്ലാവരും കുമ്പസാരിക്കും. മിക്ക പേരുടെയും, ബഹുഭൂരിപക്ഷം പേരുടെയും കുമ്പസാരം നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് അവർ നീട്ടിവെക്കും. നോമ്പിൻ്റെ അവസാനമല്ല പ്രിയപ്പെട്ടവരെ ഒരാൾ കുമ്പസാരിക്കേണ്ടത്, നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കുമ്പസാരിക്കേണ്ടത്. നോമ്പ് ശരിക്കും ക്രമപ്പെടുത്തപ്പെട്ട ജീവിതത്തിൻ്റെ സമർപ്പണമാകണം. അതുകൊണ്ട് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് സ്വയശോധന കഴിക്കണം. സ്വന്തം ജീവിതത്തിലെ എല്ലാ പിഴവുകളും കുറവുകളും കണ്ടെത്തി അത് കടലാസിൽ കുറിച്ചു വയ്ക്കണം. അതേക്കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ നന്നായി പശ്ചാത്തപിച്ച് കരയണം. അതിൽ വിട്ടുകളയേണ്ട സകല സംഗതികളെയും വിട്ടുകളയുകയും തിരുത്തേണ്ട സകല സംഗതികളെയും തിരുത്തുകയും ചെയ്യണം. എന്നിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് നിറകണ്ണോടെ കുമ്പസാരത്തിനടുത്ത് വരണം. അപ്രകാരം ഒരു ഒരുക്കപ്പെടൽ നമ്മളിൽ സംഭവിച്ചിട്ട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ നോമ്പനുഷ്ഠാനത്തിൻ്റെ സമർപ്പണത്തിലേക്ക് പോകാൻ. നോമ്പ് അങ്ങനെയാകണം പ്രിയപ്പെട്ടവരെ. നോമ്പനുഷ്ഠാനത്തെക്കുറിച്ച് വേദഭാഗം പറയുന്ന നാലാമത്തെ ഒരു ചിന്ത, നോമ്പാകണമെങ്കിൽ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുമ്പോഴാണ് നോമ്പ് സ്വീകാര്യമാകുന്നത്, അല്ലെങ്കിൽ അത് നോമ്പായി പരിഗണിക്കപ്പെടുന്നത്. നോമ്പ് കാലത്ത് ഒരുപാട് ആളുകൾ ഉപവസിക്കുന്നുണ്ട്, ഭക്ഷണം വെടിയുന്നുണ്ട്. ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട്, വൈകുന്നേരം വരെ ഉപവസിക്കുന്നവരുണ്ട്, ഭക്ഷണം ഒഴിവാക്കുകയാണ്. എന്നാൽ നമ്മൾ ഈ വേണ്ടെന്ന് വയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ആഹാരത്തിനുള്ള ചിലവ് അത് നമ്മുടെ കയ്യിൽ മിച്ചം വരുന്നുണ്ട്. സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ മിച്ചം വരുന്നുണ്ട്. 3 നേരവും ആഹാരം കഴിക്കുന്നവർ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ തീരുമാനിച്ച് 2 നേരത്തെ ആഹാരം ഉപേക്ഷിച്ചാൽ 2 നേരത്തെ ആഹാരത്തിന് ചിലവഴിക്കേണ്ട പണം നമ്മുടെ കയ്യിൽ മിച്ചം വരുന്നുണ്ട്. ഇനി ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിക്കുന്നവർ അത് ഉപേക്ഷിച്ചിട്ട് ബാക്കി 2 നേരം കഴിക്കുമ്പോൾ ആ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പണം മിച്ചം വരുന്നുണ്ട്. ഈ മിച്ചം വരുന്ന പണം എന്ത് ചെയ്യുന്നു? നമ്മുടെ പേഴ്സിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്നുവോ? ബാങ്കിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്നുവോ? നോമ്പാകണമെങ്കിൽ നമ്മുടെ ഉപവാസത്തിൽ നിന്ന് മിച്ചം പിടിച്ച ആഹാരം വിശക്കുന്നവന് പങ്കിടണം. ഇനി മിച്ചം പിടിക്കുന്നില്ല, അതിന് പറ്റുന്നില്ല, 3 നേരവും ആഹാരം കഴിച്ചേ പറ്റൂ, ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് വന്നാൽ ആഹാരം കഴിക്കുക, അത് മിതമാക്കുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അപ്പോഴും വിശക്കുന്നവന് ആഹാരം കൊടുക്കാൻ മനസ്സ് വയ്ക്കുക. ഒരുപക്ഷെ നമ്മൾ ന്യായം പറയും, വിശക്കുന്നവരെ ആരെയും ഞാൻ കാണുന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ അവർക്ക് ആഹാരം കൊടുക്കുമെന്ന്. പ്രിയപ്പെട്ടവർ, വിശക്കുന്നവർ ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്, തെരുവോരങ്ങളിലുണ്ട്, പാവപ്പെട്ട ചെറ്റക്കുടലുകളിലുണ്ട്, ചില കോളനികളിൽ ഇപ്പോഴും വിശക്കുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില അനാഥാലയങ്ങളിലൊക്കെ വിശക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരം നിറച്ചു കൊടുക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുമെങ്കിൽ നമ്മുടെ നോമ്പ് ദൈവസന്നിധിയിൽ പരിഗണിക്കപ്പെടും. അത് നോമ്പുകാല അനുഷ്ഠാനം മാത്രമാകരുത്. ജീവിതകാലം മുഴുവനും അപ്രകാരമുള്ള ഒരു കരുതൽ സാധുക്കളോടുണ്ടാകണം. നമ്മുടെ മാസവരുമാനത്തിൻ്റെ നിശ്ചിത പങ്ക് അതിനുവേണ്ടി മാറ്റിവെക്കാനുള്ള ഒരു
തീരുമാനവും നിർണയവും ഈ നോമ്പ് കാലത്ത് നമ്മിൽ ഉണ്ടാകണം. അത് മാറ്റിവെച്ച് ഒരു സമ്പാദ്യമായി മറ്റൊരു പേഴ്സായി മാറ്റുകയല്ല വേണ്ടത്. അത് സാധുക്കളിൽ എത്തുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം. ഈ പങ്കിടലിൻ്റെ അനുഭവത്തിലേക്ക് നാം നമ്മെ തന്നെ മാറ്റുമ്പോഴാണ് നമ്മുടെ നോമ്പ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത്. നോമ്പ് സമ്പാദിക്കലിൻ്റെ കാലമല്ല, നോമ്പ് പങ്കിടലിൻ്റെ കാലമാണ്. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നവൻ്റെ നോമ്പ് ദൈവം അംഗീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്ത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് രുചിയോടെ കഴിക്കുന്ന പല ആഹാരങ്ങളും ഉപേക്ഷിക്കാറുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ അതിനുവേണ്ടി മുടക്കുന്ന വലിയ പണം നമുക്ക് ഈ 50 നാൾ നമ്മുടെ കയ്യിൽ മിച്ചം വരും. ഈ പണമെല്ലാം നാം പാവങ്ങളുടെ ആഹാരത്തിന് വേണ്ടി പകുത്തു നൽകണമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ പ്രായോഗികമായി നമ്മൾ അത് പങ്കിടുമ്പോഴാണ് നോമ്പ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത്. 5ാമത്, ഈ വേദഭാഗം നമുക്ക് തരുന്ന നോമ്പുകാല അനുഷ്ഠാനത്തിനുള്ള ആലോചന ആരോരുമില്ലാത്തവരെ സ്വയത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതാകണം നോമ്പ്. ഈ സമൂഹത്തിൽ ഒരുപാട് പേർ അനാഥരാക്കപ്പെട്ടിട്ടുണ്ട്. അനേകം ആളുകൾക്ക് ആശ്രയമില്ലാതെ ജീവിക്കുന്നുണ്ട്. നിരാശ്രയരായിപ്പോയ ആളുകൾക്ക് അഭയമേകുന്നതും ആശ്രയം കൊടുക്കുന്നതുമാകണം നോമ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേകം പേരുടെ അനാഥത്വത്തിന് കാരണമാകുന്നവരായിട്ടല്ല, ആരുടെയെങ്കിലുമൊക്കെ തിരസ്കരണം കൊണ്ട് അനാഥരായിപ്പോകുന്നവരെ ചേർത്ത് പിടിക്കുന്നവരാകണം. അങ്ങനെ മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ വിദ്യാഭ്യാസം മുടങ്ങേണ്ട സാഹചര്യം വന്നുപോയ ചിലരുണ്ട്. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോയ ആളുകളുണ്ട്. സഹായിക്കാൻ ആരുമില്ലാതെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയവരുണ്ട്. ഇരുട്ടിൻ്റെ പിടിയിൽ വീണ് വെളിച്ചം കാണാതെ അലഞ്ഞ് നിലവിളിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് ആശ്രയിപ്പാൻ ഒരിടമുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന വെളിച്ചം പകരുന്ന അനുഭവമാകണം നോമ്പ്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതും കണ്ടിട്ടും കണ്ടില്ലെന്ന് വയ്ക്കുകയാണ്. സഹായിക്കപ്പെടാൻ അർഹരാണ് ആളുകളെന്ന് അറിഞ്ഞിട്ടും അവരിലേക്ക് സഹായഹസ്തം നീട്ടുന്നതിൽ നാം മനഃപൂർവ്വം മടി കാണിക്കുകയാണ്, കൈ ചുരുട്ടിപ്പിടിക്കുകയാണ്. കൈ തുറന്നു പിടിക്കുന്നവരാകണം നമ്മൾ. അതുപോലെ 2 കൈയും വിരിച്ചു പിടിച്ച് നിങ്ങൾക്ക് അഭയമുണ്ട്, ആശ്രയമുണ്ട്, വരിക, ഞാൻ നിങ്ങൾക്ക് അഭയമേകാമെന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ നോമ്പ് വളരണം. കൂടപ്പിറപ്പുകൾ 2 പേർ, അതിലൊരാൾ ആകസ്മികമായി മരിച്ചുപോയി. ആ ആളുടെ വിധവയായ ഭാര്യയും പറക്കമുറ്റാത്ത മക്കളും തനിച്ചായി. മറ്റേ സഹോദരൻ കുറെ കൂടെ സമ്പന്നനാണ്. അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട്, ജോലിയുണ്ട്, മക്കളൊക്കെ ഉയർന്ന നിലകളിൽ എത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അനാഥരെ പോലെ ആയിപ്പോയ സഹോദരൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടാകണം. ആ വീട്ടിൽ എല്ലാ ദിവസവും കൃത്യമായി ആഹാരമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം മുടങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അവർക്ക് സുരക്ഷിതത്വത്തിന് കുറവില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ ഇന്ന് സഹോദരൻ മരിച്ചുപോയി, അവൻ്റെ കാര്യം അവൻ്റെ വീട്ടിലുള്ളവർ നോക്കട്ടെ, ആ വീട്ടിലുള്ളവരെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുകയും, മാത്രമല്ല മരിച്ചുപോയ സഹോദരൻ്റെ സ്വത്ത് അവൻ്റെ വിധവയായ ഭാര്യയും മക്കളും കൈവശപ്പെടുത്തുമല്ലോ എന്നോർത്ത് അതുകൂടെ വല്ല വിധേനയും കൈവശപ്പെടുത്താൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഓരോ സഹായത്തിനും കണക്കെഴുതി വയ്ക്കുകയും അത് കടമാണെന്ന് പറയുകയും അതിൻ്റെ പേരിൽ മുദ്രക്കടലാസ് ഒപ്പിട്ട് വാങ്ങുകയും ഒടുവിൽ അതൊരു പ്രമാണമാക്കി മാറ്റി അവരെ പെരുവഴി ആധാരമാക്കുകയും ഒക്കെ ചെയ്യുന്ന ദുർബുദ്ധികളായ ചില മനുഷ്യർ നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അനാഥരെ ചേർത്ത് പിടിക്കുന്നതാകണം നോമ്പ്. അതാണ് നോമ്പിനെക്കുറിച്ച് തിരുവചനം പറയുന്നത്. 6ാമത്, പ്രിയപ്പെട്ടവരെ, നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുന്നതാകണം നോമ്പ്. നഗ്നരെ ഉടുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരും വേണ്ടവണ്ണം നാണം മറയ്ക്കാൻ കഴിയാത്തവരുമായ ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അപമാനഭാരം കൊണ്ട് അവരത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ അപ്രകാരമുള്ള ആളുകൾക്ക് ഉടുവസ്ത്രം കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം നമുക്ക്. ഒരാണ്ടിൽ എത്ര തരം വസ്ത്രങ്ങളാണ് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്? നമ്മുടെ അലമാരകളിൽ ജൗളിക്കട തോറ്റുപോകുവോളം സമ്പാദ്യങ്ങളുണ്ടല്ലോ നമ്മുടെ വസ്ത്രത്തിൻ്റെ കളക്ഷൻ. പലതും ഒരിക്കലും ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഉപയോഗിക്കാതെ അത് അട്ടിയിട്ട് അടുക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉപയോഗിച്ച വസ്ത്രമാകട്ടെ പുതുവസ്ത്രമാകട്ടെ
വസ്ത്രത്തിന് ഏറെ സാധ്യതകളില്ലാത്തവർക്ക് അതൊന്ന് പങ്കിട്ട് കൊടുക്കാനോ വാങ്ങിക്കൊടുക്കാനോ ഉള്ള മനസ്സ് വരുമ്പോഴാണ്, അപ്പോഴാണ് നമ്മുടെ നോമ്പ് നോമ്പായി തീരുന്നത്. എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഒരേ വസ്ത്രവുമായി, സ്കൂൾ യൂണിഫോമായി അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന വസ്ത്രമായി അവരത് തന്നെ അലക്കി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. പലവട്ടം ഇത് കാണാഞ്ഞിട്ടൊന്നുമല്ല, കെട്ടുകണക്കിന് കെട്ടിയിരിക്കുന്നവർ പങ്കിടാൻ മനസ്സ് വയ്ക്കുന്നില്ല. ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല. അവസാന നാളിൽ ആരുടെയും കുഴിമാടം അവർ സൂക്ഷിച്ചു വെച്ച വസ്ത്രം കൊണ്ട് നിറച്ച് മൂടിയതായി കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മണ്ണുകൊണ്ടാണത് മൂടുന്നത്. ഈ വസ്ത്രങ്ങളൊന്നും പിന്നെ അവർ ഉപയോഗിക്കുന്നില്ല, അത് ഉപയോഗശൂന്യമായി പോകുന്നു. പലപ്പോഴും ഒരാൾ മരിച്ചു പോയ ശേഷം അവർ ആർക്കും കൊടുക്കാതെ കൂട്ടിവെച്ച ഒരുപാട് വിലയുള്ളതും എന്നാൽ ഉപയോഗശൂന്യവുമായ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി എറിഞ്ഞു കളയുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ കാണുവാനിട വന്നിട്ടുണ്ട്. ഒന്ന് പങ്കിടാൻ മനസ്സ് വയ്ക്കുമോ പ്രിയപ്പെട്ടവരെ? അർഹതപ്പെട്ടവരെ ഞങ്ങൾ ഇതുവരെ കണ്ടില്ല എന്ന് പറയാൻ വരട്ടെ, അന്വേഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. അന്വേഷിപ്പിൻ, കണ്ടെത്തും. നഗ്നരെ ഉടുപ്പിക്കുന്നതാകണം നോമ്പ്. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ നോമ്പിനെക്കുറിച്ച് വേദഭാഗം 7-മതൊരു ചിന്ത കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വന്തം ബന്ധങ്ങളുമായി ഒരു തുറന്ന കൂട്ടായ്മ ബന്ധത്തിലെത്തുന്നതും ഉലഞ്ഞുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നതുമാകണം നോമ്പ്. സ്വന്തം ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചൊരു കൂട്ടായ്മയിൽ ഒരുമിക്കുന്നതും ഉലഞ്ഞുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നതുമാകണം നോമ്പ്. ഇന്ന് ഒരു വീട്ടിൽ തന്നെ പല ആളുകൾ പല ധ്രുവങ്ങളിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. അവർ തമ്മിൽ ഒരു കൂട്ടായ്മയുമില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നില്ല, അവർക്കിടയിൽ യാതൊരു കൂട്ടായ്മയുമില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ ആളുകൾ ചില ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് നോമ്പെടുക്കുകയും കുമ്പിട്ട് നമസ്കരിക്കുകയും ചെയ്തിട്ട് എന്താണ് പ്രിയപ്പെട്ടവരെ പ്രയോജനം? ആദ്യമുണ്ടാകേണ്ടത് ഭിന്നതയും കലഹവും മാറിയിട്ടുള്ളൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്. അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട്. സ്വത്ത് പങ്കിട്ടപ്പോഴാകാം, ചില സൗന്ദര്യപ്പിണക്കങ്ങൾ വന്നപ്പോഴാകാം, ചില ആശയപ്പൊരുത്തക്കേടുകൾ വന്നപ്പോഴാകാം. എന്നിട്ട് രണ്ടായി പിരിഞ്ഞിട്ട് നാളുകളായി, വർഷങ്ങളായി രണ്ടുപേരും സ്വയം നീതീകരിച്ച് ഞങ്ങളുടെ പക്ഷത്താണ് ശരി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. പരസ്പരം ഒന്ന് ചേർത്ത് പിടിക്കാനും ഐകമത്യപ്പെടാനും കഴിയാത്തിടത്ത് നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് നോമ്പാകയില്ലെന്ന് ദൈവവചനമാണ് പറയുന്നത്, ദൈവാത്മാവാണ് സംസാരിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തോ കാരണത്തിന് നാളുകൾക്ക് മുമ്പ് പിണങ്ങിപ്പിരിഞ്ഞതാണ്. അവർ തമ്മിൽ പിന്നെ യാതൊരു കൂട്ടായ്മയുമില്ല, തമ്മിൽ കണ്ടാൽ സംസാരിക്കില്ല, അവർ ബദ്ധശത്രുക്കളെ പോലെ പെരുമാറുകയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ? നൊന്തുപെറ്റ അമ്മയും ജന്മം നൽകിയ അപ്പനും വളർത്തിയെടുക്കാൻ പാടുപെട്ടവരും ഇന്ന് വളർന്നു വലുതായ മക്കളുമൊക്കെ തമ്മിലാണ് ഈ കലഹമെന്നറിയുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരോടൊന്ന് ഒരുമിക്കാൻ, ഒരു കൂട്ടായ്മയുടെ ബന്ധം സ്ഥാപിക്കാൻ, ഉലഞ്ഞുപോയ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കാൻ കഴിയുന്നിടത്താണ് നോമ്പ് നോമ്പാകുന്നത്. ആ നിലകളിലേക്ക് നമ്മുടെ നോമ്പനുഷ്ഠാനത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് സ്വീകാര്യമാകയില്ല. നോമ്പ് നോമ്പ് എന്നൊക്കെ പറഞ്ഞ് നാം പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ നോമ്പ് നോമ്പാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ശക്തമായി ഹേമിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവമക്കളെ ഒരു തിരുത്തപ്പെടൽ ആവശ്യമുണ്ട്. ആമേൻ. വഴക്കിനും വിവാദത്തിനും വിരാമമിടുന്നതാകണം നോമ്പ്. അനീതികളെല്ലാം അവസാനിപ്പിച്ച് നീതിയുടെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്നതാകണം നോമ്പ്. ആത്മതപനം ചെയ്യുന്നതും പശ്ചാത്തപിക്കുന്നതും ജീവിതം ക്രമപ്പെടുത്തുന്നതും കുമ്പസാരത്തിലൂടെ വിശുദ്ധി കണ്ടെത്തുന്നതുമാകണം നോമ്പ്. വിശക്കുന്നവർക്ക് ആഹാരം പകുത്തു കൊടുക്കുന്ന അനുഭവമാകണം നോമ്പ്. ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുകയും അനാഥരായവർക്ക് സനാഥത്വം നൽകുകയും ചെയ്യുന്നതാകണം നോമ്പ്. നഗ്നരായവരെ ഉടുപ്പിക്കുന്നത് ആകണം നോമ്പ്. കൊലഞ്ഞുപോയ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്നതും കൂട്ടായ്മയുടെ സന്തോഷം പുനഃസ്ഥാപിക്കുന്നതുമാകണം നോമ്പ്. ഈ വിധത്തിലുള്ള നോമ്പനുഷ്ഠാനത്തിന് നമ്മെ തന്നെ ഒരുക്കുവാനുള്ള കാഹളമാണ് നോമ്പിൻ്റെ ഒരുക്കമായി ദൈവാത്മാവ് നമ്മെ കേൾപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തലങ്ങളിലെല്ലാം നമ്മുടെ നോമ്പ് വിജയകരമായി തീരണം. അങ്ങനെ ആയിത്തീരുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് സ്വീകാര്യമാകയില്ലെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊള്ളണം. നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നോമ്പിന് വേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം.
പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ചേർത്ത് ഇരുത്തി വളരെ മധുരമായും വളരെ മനോഹരമായും എന്നാൽ ആഴമായും ശക്തമായും അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഒരു വലിയ നോമ്പിലേക്ക് കൂടെ പ്രവേശിക്കുമ്പോൾ എന്താണ് നോമ്പ്, എന്താകണം നോമ്പ്, എങ്ങനെയാകണം നോമ്പ്, അതിൻ്റെ അനുഷ്ഠാന ചിട്ടകൾ എന്താണെന്ന് തിരുവചന വെളിച്ചത്തിൽ ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചല്ലോ കർത്താവേ. ഈ കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ നോമ്പ് സ്വീകാര്യമാകയില്ല എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ നോമ്പ് അവിടത്തേക്ക് സ്വീകാര്യമാകുവാൻ, ഞങ്ങളുടെ ഉപവാസം കർത്താവിന് അംഗീകാരപ്രദമാകുവാൻ, അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ. നല്ലവണ്ണം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചുവെങ്കിൽ ആ ആൾക്ക് എന്ത് പ്രതിഫലമാണ് കർത്താവ് കരുതി വച്ചിട്ടുള്ളതെന്ന് തുടർന്ന് ഞങ്ങളോട് പറയണമേ. ഞങ്ങളായതിനായിട്ട് കാതോർക്കട്ടെ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.